ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട രാജേഷിന്റെ കുടുംബത്തിന് ചെറുപുഴ പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. ധനസഹായമായി സ്വരൂപിച്ച 5,72,220 രൂപ കുടുംബത്തിന് കൈമാറും. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ഉരുൾപൊട്ടലിൽ മീൻതുള്ളിപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ കുടുംബത്തിന് ചെറുപുഴ പഞ്ചായത്തിന്റെ ധനസഹായം. പഞ്ചായത്ത് സ്വരൂപിച്ച 5,72,220 രൂപ അടുത്ത ആഴ്ച കുടുംബത്തിന് കൈമാറുമെന്ന് പഞ്ചായത്ത് അധികൃതർ മാധ്യമയോഗത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 1-ാം തീയതി നമ്മുടെ പഞ്ചായത്തിലുണ്ടായ പ്രളയ ദുരന്തത്തെ തുടർന്ന് നമ്മെ വിട്ടുപിരിഞ്ഞ രാജേഷിൻ്റെ കുടുംബത്തിന് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച രാജേഷ് കുടുംബസഹായ നിധി അതിൻ്റെ അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ച സന്നദ്ധ പ്രവർത്തകർ, വ്യക്തികൾ, സംഘടനകൾ, നാട്ടുകാർ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ അറിയിക്കുകയാണ്. ഈ ഉദ്യമത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളോടും അവരുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായ പ്രകാരവും അതോടൊപ്പം തന്നെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. 5 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന ഒരു ടാർഗറ്റായിരുന്നു ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. എങ്കിലും 10-ാം തീയതി തുടങ്ങി 20-ാം തീയതി വരെയുള്ള ആ ദിവസങ്ങളിൽ 5,72,220 രൂപ സമാഹരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഈ അവസരത്തിൽ നമ്മൾ ആ കുടുംബത്തോട് കാണിക്കുന്ന നമ്മുടെ സഹായത്തിൻ്റെ വലിപ്പത്തിലല്ല, ഞങ്ങളെ സഹായിച്ച എല്ലാവരും ആ കുടുംബത്തിനെ താങ്ങി നിർത്തുക, അല്ലെങ്കിൽ അവരൊരു ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവരെ ഒന്ന് കരുതലോടെ കൂടെ നിർത്തുക എന്നുള്ളൊരു ദൗത്യവുമായിട്ടാണ് ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചത്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ തോമസ്, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD പ്രവീൺ, ലീന വില്യം, പഞ്ചായത്ത് അംഗങ്ങളായ TP ചന്ദ്രൻ, അനീഷ് ആന്റണി, ജോളി സണ്ണി, ഷൈമ ജനു, വിജി K, ജോൺ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള ഓണാഘോഷങ്ങൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചതായും വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി പറഞ്ഞു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ആഗസ്റ്റ് മാസം 1-ാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കത്തിലും നമുക്കറിയാം, നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാർഡുകൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് 8, 9, 10 വാർഡുകൾ 3ഓളം ക്യാമ്പുകൾ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ സജ്ജമാക്കേണ്ടി വന്നു. പഞ്ചായത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയൊരു ദുരന്തവും പ്രളയവും നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിലെ നിവാസികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ രാജേഷ് നമ്മുടെ നാട്ടിൽ പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ഇറങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം പങ്കെടുക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രതിനിധികളായിട്ട് ഞങ്ങളെല്ലാം അവിടെ പോയിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വിഷമകരമായ സാഹചര്യം അദ്ദേഹത്തെ നേരിൽ കാണുകയും അവരുടെ കുട്ടികളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൂടാതെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അവിടുത്തെ ജനപ്രതിനിധികളടക്കം നമ്മളോടൊരു സഹായം പറ്റുന്നൊരു സഹായം ചെയ്യണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അതുപോലെ സന്നദ്ധ സംഘടനകളുടെ എല്ലാം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും രാജേഷിൻ്റെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു കുടുംബസഹായ നിധി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഇത് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. 20-ാം തീയതി എന്നുള്ള ഡേറ്റിൽ നമ്മളിത് എത്രയാണോ കിട്ടുന്നത് ഒരു മിനിമം ഒരു 5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം എന്നൊരു ധാരണയിൽ ആ 20-ാം തീയതിക്കുള്ളിൽ പിരിച്ചെടുക്കാം എന്നൊരു തീരുമാനമെടുത്തിട്ടാണ് നമ്മൾ ആ മീറ്റിംഗ് ചെയ്തത്. ഇന്നലെ 20-ാം തീയതി എന്നുള്ള ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് ഇന്ന് വരെ 5,72,220 രൂപയാണ് രാജേഷിൻ്റെ കുടുംബസഹായ നിധി അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു തുക അക്കൗണ്ട് ഇന്നുകൊണ്ട് ക്ലോസ് ചെയ്തു. ആ ഒരു തുക ഓണത്തിന് ശേഷം അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൂടെ സൗകര്യാർത്ഥം അവിടുത്തെ കുട്ടികൾക്ക് അവരുടെ പേരിട്ട് കൊടുക്കാനുള്ള തീരുമാനമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് പഞ്ചായത്തിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സഹായിക്കാൻ ഈ നാട്ടിലെ സുമനസ്സരായ വ്യക്തികളും സന്നദ്ധ സംഘടനകളുമെല്ലാം തയ്യാറായി മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഈ ഒരു അവസരത്തിൽ ഹൃദയംഗമായി ചേർത്ത് പിടിച്ച് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ
നമ്മുടെ ദുരന്തബാധിത വാർഡുകളിൽ ആവശ്യമായ മെമ്പർമാർ ആവശ്യപ്പെട്ട സഹായങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകൾ വഴി നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരവധിയായ കുടുംബങ്ങൾ, നിരവധിയായ ആനുകൂല്യങ്ങൾ സുമനസ്സുകളുടെ സാന്നിധ്യത്തിൽ നമുക്കവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ അവരോടെല്ലാം പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി നന്ദി അർപ്പിക്കുകയാണ്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.